ഇന്ന് മുംബൈയിലൂടെ വരാൻ കാരണം ഇപ്പോൾ രാവിലെ 8:30 മണിയായി. നമുക്കൊരു 9 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ട്രെയിൻ പിടിക്കണം. 9:09 ട്രെയിൻ പിടിക്കണം, എന്നാലും അവിടെ എത്തുള്ളൂ. 10 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഒരു ഡോർമെട്രി എടുത്തത് അത്യാവശ്യം നല്ല നീറ്റ് ഡോർമെട്രി ആയിരുന്നു. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് പോവാം. നമ്മളപ്പോൾ ഡേ 2 ഇൻ മുംബൈ. നമ്മളിന്ന് മുംബൈയിലെത്തി. മുംബൈയിൽ ഇന്നലെ നൈറ്റ് എത്തിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് നല്ല ട്രെയിൻ പിടിക്കാം. ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് മറ്റേ മെട്രോ പിടിക്കാം. ഇവിടെ നിന്ന് 40-47 കിലോമീറ്റർ ഉണ്ട്. ഫാസ്റ്റ് മെട്രോ ആണ്, പെട്ടെന്ന് എത്തും. ഒരു മണിക്കൂറൊക്കെ എടുക്കുള്ളൂ 47 കിലോമീറ്റർ. നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം, ഇപ്പം നേരെ പോവാം. ഫുഡ് ഇവിടെ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം പലയിടത്തും ഫുഡില്ല. 1-2 ഹോട്ടലിലേക്ക് കയറണം. ഇന്നലെ വന്നപ്പോഴും അത് തന്നെയായിരുന്നു. അത് നോക്കാം. നമ്മൾ ഇന്നലെ വന്നത് ഈ ഹോട്ടലിലാണ്. ഇവിടെ നിന്ന് നോക്കാം. വേറെ ഹോട്ടലിലൊക്കെ ഫുഡ് ഇത്തിരി ഷോക്കാണ്. പറഞ്ഞിട്ട് റൊട്ടിയില്ല, ഗ്യാസിൻ്റെ വിഷയം കാരണം നമുക്ക് ഫുഡ് അരി ഷോക്കാണ്. ഇപ്പോൾ ചപ്പാത്തി വേണം. ചപ്പാത്തിയാണ് എനിക്കിഷ്ടമല്ല. അത് കഴിക്കാം. ഫുഡ് ബടാപ്പാവിൻ്റെ ഒരു പാവ് എന്നുള്ള സാധനമുണ്ട്, അതും ചപ്പാത്തിയും കഴിച്ച്. പിന്നെന്താണ് ബട്ടർ ചിക്കനും കഴിച്ച്. ഫുഡ് കുഴപ്പമില്ല. ചായ കൂടെ കുടി നിർത്താം. പെട്ടെന്ന് പോവാം, ലേറ്റായി. ഫുഡ് അടി കഴിഞ്ഞ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനോട് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ കുർളയിലാണ്. ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് പെട്ടെന്ന് പരിപാടി തുടങ്ങാം. റെയിൽവേ സ്റ്റേഷൻ. അവസാനം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ച് അറ്റത്ത് കാണുന്നതാണ്. ഇതാണ് കുർള റെയിൽവേ സ്റ്റേഷൻ. ഈ ഫാസ്റ്റ് ട്രെയിനാണ് മെട്രോ എന്ന് പറയണമെന്ന് എനിക്ക് തോന്നണം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉല്ലാസനഗറാണ് ഇപ്പോൾ പോകുന്നത്. അവിടുത്തെ പരിപാടികളൊന്നും നമുക്കറിയില്ല. ട്രെയിൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഫാസ്റ്റ് ട്രെയിനും സ്ലോ ട്രെയിനും. നമുക്കിപ്പോൾ പോകാനുള്ളത് ഫാസ്റ്റ് ട്രെയിനാണ്. ഫാസ്റ്റ് ട്രെയിന് പോയാലും ഉല്ലാസനഗർ ഡയറക്റ്റ് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. ഫാസ്റ്റ് ട്രെയിൻ അങ്ങനെ ഇടയ്ക്കൊക്കെ വരുള്ളൂ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് കുറേ സമയം സ്റ്റേഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് സമയം കളഞ്ഞു. नहीं घाटकोपर के बाद थाना के बाद डोंबिवली के बाद कल्याण है। 40 मिनट लगेगा यहाँ से। ये डोंबिवली पे ना जाके कल्याण उतर सकते ना। अब घाटकोपर में जाके कल्याण उतर सकते। हाँ ഹിന്ദിക്കാരനായിട്ട് കുഴപ്പമില്ല. ഹിന്ദി നല്ല സ്ലോയിലാണ് ട്രെയിൻ വന്നത്. ഇവിടെ നിന്ന് പോകുന്നുണ്ട്. നല്ല ക്രൗഡ് ഉണ്ട്. സീറ്റ് പിടിക്കട്ടെ. നമ്മള് അങ്ങനെ ഉല്ലാസനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പൊ ഇവിടെ നമ്മൾ ഇറങ്ങിയപ്പോ കണ്ട കാഴ്ച അടിപൊളിയാണ്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളെ ഡ്രസ്സിങ്ങിൻ്റെ എന്താണെന്ന് അറിയില്ല, ഒരു പ്രായമുള്ള സ്ത്രീ ഇവനെ നല്ല വഴക്ക് പറയണ്ടേ. അതാണ് ആ പറഞ്ഞത്. കണ്ടില്ലേ, ഫുൾ വേസ്റ്റാണ് ഈ കിടക്കുന്നത്. ക്ലീൻ സിറ്റി. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. കുറച്ചുള്ളിലായിട്ടാണ് പ്രൊഡക്ഷനും പരിപാടികളൊക്കെ നടക്കുന്നത്. ഉല്ലാസനഗർ ശരിക്കും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ചെയ്യുന്നൊരു മാർക്കറ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇവർ കാണിക്കുന്ന സാമ്പിൾസ് ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടൊരു മാച്ചും ഇല്ല. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും റേറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് ഇവർ ഹോൾസെയിൽ പോലും സെയിൽ ചെയ്യുന്നത്. ഉല്ലാസനഗർ തന്നെ 1-2 ആളുകളെ നമ്മൾ മീറ്റ് ചെയ്ത്, പക്ഷെ ഒന്നിലും നമ്മൾ ഈ പറഞ്ഞ ഒരു ക്വാളിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പറയട്ടെ, ഇന്ന് മുംബൈയിലൂടെ വരാൻ കാരണം ജീൻസിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി ടീഷർട്ട് പിന്നെ ഷർട്ട്സിൻ്റെ ഒക്കെ യൂണിറ്റുകളാണ് നമ്മൾ കണ്ടത്. ജീൻസ് എങ്ങനെയാണ്, ജീൻസ് ഓൾറെഡി ബാംഗ്ലൂർ ഉണ്ടെങ്കിലും മുംബൈയിലും വലിയ രീതിക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ മുംബൈയിലൊന്ന് വന്ന് പരിപാടികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ നമ്മൾ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ഇവിടെ മെയിൻ പ്രൊഡക്ഷൻ ശരിക്കും നടക്കുന്നത് ഭിവണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ അവിടെ നമുക്ക് എൻട്രി ഇല്ല, അവിടെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന ഉല്ലാസ് നഗറാണ് വന്നത്. ഉല്ലാസ് നഗർ നോർമൽ സാധനങ്ങൾ കൊടുക്കുന്ന, നോർമൽ സാധനങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ അവിടെ പോയി. പക്ഷെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇപ്പോൾ സൈൻ എന്ന് പറയുന്ന, നേരത്തെ എന്താണ് സ്ഥലത്തിൻ്റെ ഒരു ധാരാവി എന്ന് പറഞ്ഞാൽ പഴയ ധാരാവിയാണ് ഇപ്പോൾ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇപ്പോൾ വന്നത്, ലാസ്റ്റ് വന്നത്. അപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ അവിടുത്തെ കടകളിലാണ്. അവരാണ് നമ്മളെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതും പ്രൊഡക്ഷൻ കാര്യങ്ങളും ചെയ്തു തരുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പിൽ പോയി പുള്ളിയുടെ അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പിൾ ഒന്നും അവരുടെ ഉണ്ടാവില്ല. നമ്മളുടെ പാറ്റേൺസേ അല്ല. അവർ ഫുള്ള് കേരളത്തിലോട്ട് അവർക്ക് സപ്ലൈ പോലും ഇല്ല. അവർ ഫുള്ള് നോർത്തിലേക്കാണ് ചെയ്യുന്നത്. അവർക്ക് നോർമലി പോകുന്ന നാരോ ഫിറ്റ്, സ്ട്രൈറ്റ് ഫിറ്റ് പോലുള്ള ഫിറ്റുകളാണ്. നമ്മളെ പോലെ വൈഡ് ലെഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഫിറ്റിങ്സ് ഒന്നും കേരളത്തിൽ പോകുന്ന ഫിറ്റിങ്സ് ഒന്നും അവർ ചെയ്യുന്നില്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുപോലെ പ്രൊഡക്ഷൻ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് നമ്മൾ സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെന്തായാലും ചെയ്യണം. ശരിക്കും മുംബൈയിൽ വരാൻ കാരണം ഇങ്ങനെയാണ്. നമ്മൾ എന്താണോ എല്ലാ ഇൻഡസ്ട്രികളും മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ മുംബൈയിലൂടെ എത്തിയത്. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. നമ്മൾ ഇനിയും 2 ദിവസം കൂടി ഉണ്ട് ഇവിടെ. അപ്പം ഇനി കാർ മാർക്കറ്റൊക്കെ ഒന്ന് പോകണം. കാർ മാർക്കറ്റിൽ പ്രൊഡക്ഷൻ അല്ല, കാർ മാർക്കറ്റിൽ കൂടുതലും ട്രേഡേഴ്സാണ്. അപ്പോൾ അവിടെ നമ്മൾ നാളെ കാറിൽ പോകുന്നു. നമ്മളെ ഷോപ്പിലേക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പർച്ചേസ് ചെയ്യാൻ അവിടെ വന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് 2 ദിവസം ഉണ്ട്. ബാക്കി പരിപാടികൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി പരിപാടികൾ നാളെ കാണാം. ഓക്കെ.